സഹമത്സരാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ലെന്ന കർശന നിയമം ഉണ്ടെങ്കിലും ബിഗ് ബോസിനകത്ത് പലപ്പോഴായി അങ്ങനെ സംഭവിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ സിജോയുടെ മുഖത്തിട്ട് ഇടിച്ച റോക്കിയെ മത്സരത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇടിയുടെ ശക്തി കൂടിയതിനാൽ സിജോയ്ക്ക് സർജറി ചെയ്യേണ്ടതായി വരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് വീക്കെൻഡിൽ മോഹൻലാൽ സംസാരിച്ചിരുന്നു. സിജോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അടക്കം നിരവധി കാര്യങ്ങൾ ചോദിച്ചെങ്കിലും സഹമത്സരാർത്ഥികൾക്ക് അതിനെപ്പറ്റി ധാരണയില്ലായിരുന്നു. ഇതിന് പിന്നാലെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരോട് ഒരു അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ. പ്രിയ ബിഗ് ബോസ് അധികൃതരെ, ഇത് ഞങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ വലിയ ഒരു അപേക്ഷ ദയവായി സ്വീകരിക്കണം. സിജോയും റോക്കിയുമായുള്ള വലിയൊരു വിഷയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു. ഞങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും നിങ്ങളും അത് കണ്ടതാണ്. അന്നേ ദിവസം റോക്കി സിജോയെ നല്ല ബോക്സിംഗ് പരിശീലനം ലഭിച്ച ഒരാൾ ഇടിച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് സിജോയെ മുഖത്ത് ഇടിച്ചത്. ആ ഇടിയിൽ സിജോയുടെ തല മൊത്തത്തിൽ ഷേക്കാകുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. അതിൻ്റെ പരിണിതഫലമായി സിജോയ്ക്ക് താടിയെല്ലിനും പല്ലിനും നല്ല പരിക്ക് പറ്റുകയും ഓപ്പറേഷന് വിധേയനാകുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷം റോക്കിയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു. റോക്കി അവിടെ ഇരുന്ന് കരഞ്ഞ് ഒരുപാട് നാടകങ്ങൾ നടത്തുന്നു. അവിടെ വെച്ച് സിജോയോടും സിജോയുടെ കൂട്ടുകാരോട് ഒക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞവൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. പുറത്തിറങ്ങിയ റോക്കിയുടെ പെരുമാറ്റം താൻ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിലാണ്. പല വീഡിയോയിലും അയാളുടെ ബോഡി ലാംഗ്വേജ് അത് വ്യക്തമായി കാട്ടിത്തരുന്നു. സിജോ റോക്കിയോട് ക്ഷമിച്ചു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അപ്പോൾ തന്നെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല, നീ എൻ്റെ സുഹൃത്ത് തന്നെയായിരിക്കും എന്നൊക്കെ നല്ല മനസ്സിന് ഉടമയായ സിജോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ബിഗ് ബോസ് അധികൃതരെ, നിങ്ങളുടെ വലിയ നിയമങ്ങളുടെ ലംഘനമാണ് റോക്കി നടത്തിയിരിക്കുന്നത്. നിങ്ങൾ റോക്കിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ ആവശ്യം. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത്. വീഡിയോയുടെ തെളിവുകൾ വെച്ച് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുണ്ട്. നിങ്ങൾ നിയമ നടപടിയുമായി മുൻപോട്ട് പോകണം. ഇല്ലെങ്കിൽ ഈ റോക്കി എന്ന് പറയുന്നവൻ പുറത്തു കടന്ന് കാണിക്കുന്ന അഹങ്കാരം ബിഗ് ബോസ് ടീം അംഗങ്ങളെ നിങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവൻ നടത്തുന്നത്. ഇവനെ വെറുതെ വിട്ടാൽ ഇനി വരുന്നവർക്കും അത് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവനെതിരെ ശക്തമായ നിയമ നടപടി നിങ്ങൾ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സിജോയുടെ മുഖത്തിട്ട് റോക്കി ഇടിക്കുന്നത്. ദേഹത്ത് തൊട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് പ്രകോപിപ്പിച്ച സിജോയെ റോക്കി ഇടിക്കുകയായിരുന്നു. താടിയെല്ലിനും പല്ലുകൾക്കും പരിക്ക് പറ്റിയ സിജോയെ മത്സരത്തിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് സൂചന.